ഇന്നത്തെ വീഡിയോ ഒരു കക്കയിറച്ചി തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കക്കയിറച്ചി നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം. നല്ലപോലെ കഴുകിയെടുക്കണം. കക്കയിറച്ചി നല്ലതായിട്ട് കഴുകിയെടുത്ത് അതിനാവശ്യമായിട്ട് തേങ്ങ വേണം, ഒരു 1/4 മുറി തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള അരിഞ്ഞെടുത്തത്, കറിവേപ്പില, ആവശ്യത്തിന് വേണ്ട പൊടികൾ മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി. ഇത്രയുമാണ് പൊടികളും വേണ്ടത്. നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് കഴുകി വെച്ച് കക്കയിറച്ചി ഇട്ട് കൊടുക്കുക. അതിലാവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു സവാള ഉള്ളി അരിഞ്ഞത്. സവാള ഉള്ളിയോ കൊച്ചുള്ളിയോ ചേർക്കാം. ഞാനിപ്പം സവാള ഉള്ളി എടുത്തേക്കുന്നത്, കൊച്ചുള്ളിയും എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു പകുതി മുറി തക്കാളി, കറിവേപ്പില, പിന്നെ തേങ്ങ നമ്മൾ എടുക്കുന്ന കക്കയിറച്ചിക്ക് കണക്കിന് വേണ്ടി തേങ്ങ എടുക്കേണ്ടത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പെരുംജീരകപ്പൊടി അതുപോലെ തന്നെ 1/4 ടീസ്പൂണ്, മുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അരപ്പും ഉള്ളിയും കക്കയിറച്ചി നല്ല മിക്സ് ചെയ്യണം. എല്ലാ കക്കയിറച്ചിക്കകത്ത് പിടിക്കുന്ന രീതിയിലായാലും എല്ലാം നന്നായിട്ടൊന്ന് പുരട്ടിയൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് നമ്മളിത് കക്കയിറച്ചി വേവാനായിട്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നമ്മൾ വേവിക്കും. വെന്ത് വരുമ്പം ഇതിങ്ങനെ വെള്ളം വറ്റുമ്പോൾ ഇങ്ങനെ വരും. വെള്ളം വറ്റുന്നതിനനുസരിച്ച് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. കക്കയിറച്ചിക്ക് വേവുള്ളതാണ്. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അടി പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പം നമ്മൾ കടുക് തളിക്കാതാണ് ഇത് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ചൊഴിക്കും. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൽ ചേർത്തത് കൊണ്ട് ഇതിലിപ്പം കടുക് താളിച്ചിട്ട് ആ എണ്ണയിൽ ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ എണ്ണയും കടുവും പൊട്ടിച്ചതും കൂടെ ആയിട്ട് ഇതിലോട്ടിഞ്ഞ് ചേർത്ത് കൊടുക്കും. നമുക്ക് ആ കടുക് താളിക്കുന്നതിൽ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.